ഇന്നലെ വൈകിട്ട് വന്ന നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച അതിദാരുണമായ ഒരു സംഭവം എറണാകുളം ചേന്നമംഗലത്ത് അയൽവാസി അപ്പുറത്തുള്ള വീട്ടിലെ 4 പേരെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. 3 പേർ അതിദാരുണമായി കൊല്ലപ്പെടുന്നു. ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. KM ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഗുഡ് മോർണിംഗ് പറയാൻ പോലുമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം അതിദാരുണമായ ഒരു സംഭവം. ഇപ്പോഴും അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ. അവിടെയുള്ള സ്ത്രീകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾക്കിപ്പോൾ കാണാം. ആ ഒരു പ്രതിയെ ഋതുരാജിനെ പേടിച്ച് സമീപ പ്രദേശങ്ങളിലെ വീട്ടുകളിലൊക്കെ CCTV സ്ഥാപിച്ചു, ഗേറ്റ് സ്ഥാപിച്ചു. അത്രയേറെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു ആ പ്രതിക്കല്ലേ? അതെ വിനീഷ, ആ ക്രൂരമായ കൊലപാതകം നടന്ന വീടിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഈ വീട്ടിൽ ആണ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ ഋതുരാജ് എന്ന് പറയുന്ന അയൽവാസി ഈ വീട്ടിലേക്ക് കയറി വരികയും ഇവിടെയുള്ള 4 പേരെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. 4 പേർ കയ്യിലുള്ള ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് 4 പേരുടെ തലയ്ക്കടിച്ചത്. 4 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിൽ 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലുണ്ടായിരുന്ന വേണുവിൻ്റെ ഭാര്യ ഉഷ, ഇവരുടെ മകൾ വിനീഷ എന്ന 3 പേരാണ് മരിച്ചത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ ആക്രമണം നടക്കുമ്പോൾ ഇവരുടെ ഈ വിനീഷയുടെ 2 മക്കൾ, കുഞ്ഞുമക്കൾ അവർ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത്. 2 പെൺമക്കളാണ്. 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ചെറിയ പെൺകുട്ടികളാണ്. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ ഇയാൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. തൊട്ടയൽവാസിയായ ഋതു എന്ന് പറയുന്നയാളാണ് ആക്രമണം നടത്തിയത്. അയാൾ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്നലെ റൂറൽ SP വൈഭവ് സക്സേന അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയിരുന്നു. ഈ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് ഇവരുമായുണ്ടായ തർക്കമാണ്, അയൽവാസികളുമായുണ്ടായ തർക്കമാണ് എന്നുള്ളതാണ്. ഇത്ര വലിയ പ്രകോപനത്തിലേക്ക് എന്താണ് പോയത് എന്നുള്ളതിന് ഒരു വ്യക്തമായ ഉത്തരം ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നൊക്കെ അയൽവാസികൾ പറയുന്നുണ്ട്. ഒരുപാട് പേർ ഇന്നലെ പരിസരവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടടക്കം സംസാരിച്ചാണ്. അവരൊക്കെ പറയുന്നത് ഇയാൾ ഈ ലഹരിക്ക് അടിമയായിരുന്നു. അത്തരത്തിലുള്ള ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെ ഈ അയൽവാസികൾക്കൊക്കെ നിരന്തരം ഇയാളൊരു ശല്യക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഇയാളുടെ വീട് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നത് ഈ കൊലപാതകം നടന്ന വീടാണ്. അത് ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴിക്കപ്പുറം ഈ കാണുന്നതാണ് അയാളുടെ വീട്. ഇത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു ഇടവഴിക്കപ്പുറം ആണ് ഇയാളുടെ വീട്. മാത്രമല്ല തൊട്ടടുത്തൊക്കെ നിരവധി പേർ താമസിക്കുന്നുണ്ട്. ആ വീട്ടുകാർക്കൊക്കെ ഇയാൾ നിരന്തര ശല്യക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഈ ഋതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്നാണ് തൊട്ടപ്പുറത്ത് അവരെ ആക്രമിക്കുന്നത്. ആ സമയത്ത് ഈ ഋതുവിൻ്റെ അമ്മയടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ആർക്കും തന്നെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ കേട്ടത് ഈ വീടിൻ്റെ, ഈ കൊലപാതകം നടന്ന ഈ വീടിൻ്റെ ഇവിടെ ഗേറ്റ് തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ CCTV അടക്കം ഇവർ സ്ഥാപിച്ചു. മാത്രമല്ല പോലീസിൽ പരാതി നൽകും എന്നൊക്കെ ഉള്ള നില വന്നപ്പോൾ അതിൻ്റെ വൈരാഗ്യം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിരന്തരം ഈ വീട്ടുകാരുമായി പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് ഇയാൾ ആസൂത്രിതമായി തന്നെയാണ് ഇവരെ ആക്രമിക്കാൻ വന്നത്. കാരണം 2 ഇരുമ്പ് പൈപ്പുകൾ കയ്യിൽ കരുതിയാണ് ഇവിടേക്ക് വരികയും ഇവരുടെ തലയ്ക്ക് അതിക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇവരെ വെട്ടിക്കൊന്നു എന്നുള്ള നിലയിലൊക്കെയാണ് ആദ്യം പലരും കരുതിയത്. കാരണം ഈ തലയൊക്കെ പിളർന്നു പോകുന്ന തരത്തിൽ ആയിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് വെട്ടിയതാണ് എന്നാണ് കരുതിയത്. പക്ഷേ അതിശക്തമായി തലയ്ക്ക് അടിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. അവിടെ നിന്ന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഏതായാലും പ്രതി പോലീസിൻ്റെ വലയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ്. ഒരുപക്ഷെ ഇയാളുടെ അറസ്റ്റ് അടക്കം ഇന്ന് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് പോകും എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഇവിടെയുള്ളവർക്ക് മാറിയിട്ടില്ല എന്നാണ് കരുതുന്നത്. ഈ നാട്ടുകാരാണോ? ഇവിടെ ഉള്ളവരാണോ? തൊട്ടടുത്തല്ല, ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിട്ടാ. ഇന്നലെ ഈ സ്ഥലത്ത് വന്നില്ല? ഞാൻ ഉണ്ടായില്ല. ഇപ്പോൾ വന്നതാണല്ലേ? ഇപ്പോൾ വന്ന് അറിഞ്ഞിട്ട് വന്നു. ഒരു അല്ല, ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അതുണ്ട്, നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ചേട്ടൻ എവിടെയാണോ? ഇല്ല, കുറച്ച് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നവർക്ക്, ഈ തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഒരുപാട് പേർ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം
വലിയ ഞെട്ടലിലൊക്കെ ആയിരുന്നു. ഏതായാലും ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആളുകൾ വിട്ടുമാറിയിട്ടില്ല. ആ ആഘാതം ഇപ്പോഴും അവർക്ക് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ഇനി വിശദമായി ചോദ്യം ചെയ്യും. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റൂറൽ SP തന്നെ പങ്കുവച്ചതാണ്. ഇയാൾ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാളാണ് ഈ പ്രതി എന്നുള്ളതാണ്. നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു നിരന്തര ശല്യക്കാരനാണ്, നേരത്തെയും കേസുകൾ ഉണ്ട് എന്നൊക്കെ. ആ കേസിൻ്റെ വിശദാംശങ്ങളടക്കം ഇന്നലെ റൂറൽ SP മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അത് അതിക്രമിച്ച് കിടക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ, ആക്രമണം നടത്തൽ, മോഷണ കേസ്, NDPS ആക്ട് പ്രകാരമുള്ള കേസ്, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കുണ്ട്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം സ്വാഭാവികമാണ്. ഏതായാലും അതിദാരുണമായ സംഭവത്തിന് തന്നെയാണ് ഇന്നലെ ഈ ചേന്ദമംഗലത്തെ ഈ കരിമ്പാടം പേരേപ്പുറം എന്ന് പറയുന്ന സ്ഥലം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. പ്രതി നിലവിൽ കസ്റ്റഡിയിലാണ്. ഇയാളെ ഇപ്പോഴും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 പേർ അവരുടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടാകും. ഒപ്പം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. വിനീഷ. ഉമേഷ്, സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ സംഭവിക്കുന്നതാണ് അയൽക്കാർ തമ്മിലുള്ള ചില്ലറ തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളങ്ങളും. അത് ചിലപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു. ആ വീട്ടിലുള്ള 4 പേരെയും തലയ്ക്കടിച്ച് അതിക്രൂരമായി, നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ദൃശ്യങ്ങളാണ്. അതിദാരുണമായിട്ടാണ് ആ ഇരുമ്പ് വടി കൊണ്ട് ആ 3 പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിനെയും മാരക പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ എത്തുന്നു. എന്ത് വൈരാഗ്യത്തിൻ്റെ പുറത്താണെങ്കിലും ഒരു മനുഷ്യനെ അതിദാരുണമായി കൊലപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ പ്രതി എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രതിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും മയക്കുമരുന്ന് പോലുള്ള എന്തെങ്കിലും അടിമയാണോ ഇയാൾ എന്ന തരത്തിലുള്ള എന്തെങ്കിലും വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കാരണം ഒരു സാധാരണ മാനസിക നിലയിലുള്ള മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. അത് ശരിയാണ് വിനിഷ, കേട്ടുകേൾവിയില്ലാത്ത സംഭവം തന്നെയാണ്. ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയുള്ള എല്ലാവരെയും അതിക്രൂരമായി ആക്രമിക്കുകയും അതിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതായത് 3 പേർ എന്നുള്ളതല്ല, അയാൾ ലക്ഷ്യം വെച്ചത് 4 പേരെ തന്നെയാണ്. 4 പേരെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഇരുമ്പ് പൈപ്പുമായി ഈ വീട്ടിലേക്ക് കയറി വരികയും. 1 അല്ല 2 ഇരുമ്പ് പൈപ്പുകളുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ കയറി വന്ന് അതിക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തുന്നത് ആ സാഹചര്യത്തിൽ തന്നെയാണ്. അയൽവാസികൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഇയാൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരവും ഇയാൾക്കുണ്ട്. ഇതിന് മുൻപും കേസുകൾ വന്നിട്ടുണ്ട്. അത് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം NDPS ആക്ട് പ്രകാരം ഇതിന് മുൻപ് ഇയാൾ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞതൊക്കെയാണ്. അത്തരത്തിലൊരു പശ്ചാത്തലം അയാൾക്കുണ്ട്. മാത്രമല്ല ഈ മാനസിക നില സംബന്ധിച്ചുള്ള പരിശോധനകളും വേണ്ടിവരും. പലരും അത്തരത്തിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് യഥാർത്ഥത്തിൽ അയാളൊരു മാനസിക രോഗിയാണോ അതോ ഇത്തരത്തിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് മാനസിക നില അങ്ങനെയാണോ ആയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അത് ശാസ്ത്രീയമായ പരിശോധന വേണം, വൈദ്യപരിശോധന അടക്കം വേണ്ടതാണ്. മാത്രമല്ല ഇന്നലെ ഈ കൊലപാതകം നിർവഹിക്കുന്ന സമയത്ത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു വരുന്നോ എന്നുള്ളതും പ്രധാനമാണ്. അത്തരം പരിശോധനകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ തന്നെ റൂറൽ SP പറഞ്ഞിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും, അത് സ്വാഭാവിക നടപടിക്രമമാണ്. പക്ഷേ ഇന്നലെ അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ കൊലപാതകം നടന്ന സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ അത്തരം പരിശോധനകൾ നടത്തിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തന്നെ പറയും എന്ന് കരുതുന്നു. ഏതായാലും വിനിഷ സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണ മാനസിക നിലയുള്ള ആൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അതും 2 പിഞ്ചു മക്കളുടെ മുൻപിലിട്ടാണ് ഈ 4 പേരെ തലയ്ക്കടിച്ച് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിൽ 3 പേർ മരിക്കുകയും ചെയ്തു. 4ാമത്തെ ആൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഏതായാലും ഈ ഋതു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് പോയത്? ഒരു സ്ഥിരീകരിക്കാത്ത വിവരമനുസരിച്ച് ഇവിടെ ഈ ജിതിൻ എന്ന് പറയുന്നയാളാണ്, അതായത് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിനെയാണ് ഇയാൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടത് എന്നൊക്കെയാണ്. അങ്ങനെ ജിതിനെ ആക്രമിക്കുമ്പോൾ മറ്റുള്ളവർ ഒന്ന് തടഞ്ഞതിൻ്റെ വിരോധത്തിലാണ് അവരെയും തലക്കടിച്ചത് എന്നൊക്കെയുണ്ട്. അതൊന്നും കൃത്യമായ വിവരമല്ല, സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളാണ്. പോലീസാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം നൽകേണ്ടത്. ഇന്നിപ്പോൾ അയാളെ ഇന്നലെ രാത്രിയും ഇന്നുമായൊക്കെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ കഴിയുന്ന മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം
പൂർത്തിയാക്കി പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് തന്നെ ഒരുപക്ഷെ സംസ്കാരം ഉണ്ടാകും എന്ന് കരുതുന്നു. അതും എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് പരമാവധി വേഗം പൂർത്തിയാക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വിനീഷ.